ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നും പതിവ് പോലെ വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗ്രീൻ പീസ് പുലാവ് റൈസ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 10-15 മിനിറ്റ്സിൽ കൂടുതൽ എടുക്കില്ല ഈ റൈസ് ഉണ്ടാക്കാൻ. ആകെ 4 ഇൻഗ്രീഡിയൻസ് മതി. റൈസ്, ഗ്രീൻ പീസ്, കുറച്ച് നെയ്യ്, പിന്നെ മേലിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന ഉള്ളി, കാഷ്യൂനട്ട്സ്, റേസിൻസ്. ഇത്രയും മാത്രം മതി ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് റൈസ് ഉണ്ടാക്കാൻ. താങ്ക് യു ഈ വീഡിയോ കാണുന്നതിന്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും എളുപ്പവും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പീസ് കിട്ടാൻ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ റൈസ് ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായി ചൂടാക്കിയതിന് ശേഷം ഒരു 2 ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. പക്ഷെ ഇത് ഓപ്ഷണലാണ്. ഏലക്കയും ഗ്രാമ്പും, ഒരു 5 ഏലക്ക, 1 ടീസ്പൂൺ ഗ്രാമ്പു ഈ നെയ്യിലിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കുക. അത് ഈ ബട്ടർ ഒന്ന് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഏലക്ക ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഈ ബട്ടറിലേക്ക് ഇടുന്നത്, പെട്ടെന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 2.5 കപ്പ് ബാസ്മതി റൈസ് അല്ലെങ്കിൽ ലോങ് ഗ്രെയിൻ റൈസ് കഴുകി വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് അത് ഈ ബട്ടറിലിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കുക. ആ റൈസ് ഒന്ന് ക്രിസ്പി ആവുന്ന ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ചൂടാക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചോറൊന്ന് ഒക്കെ ചെയ്യുന്നതിനും ഒരു വെറൈറ്റിയാണ് ഈ റൈസ്. കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും വേഗം ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല. ഒരുപാട് അരിയാനും പിടിക്കാനും ഒന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു റൈസാണിത്. പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പം ഞാനൊരു 2-3 മിനിറ്റ് ഇതിപ്പം ഇളക്കിയിട്ടുണ്ട്. അരിയിലുണ്ടായിരുന്ന ഈർപ്പൊക്കെ പോയി നല്ലതായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് റൈസ്. ഇനി ഇതിനകത്തേക്ക് ഇപ്പം ഞാൻ 2.5 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ നേരെ ഡബിൾ 5 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ആ തിളച്ച വെള്ളം ഒഴിക്കുക. ഇത്രയും സ്റ്റീം വരുന്നത് ഞാനിവിടെ എക്സോസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പം 5 കപ്പ് വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട്. 2.5 കപ്പ് അരിക്ക് 5 കപ്പ് തിളച്ച വെള്ളം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, തീ ഒട്ടും കൂടി പോകരുത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കുക. ഒരു 8 to 10 മിനിറ്റ്സ് അടച്ചു വെക്കുക മീഡിയം ഫ്ലെയിമിൽ. അപ്പോഴേക്കും ഈ റൈസ് നന്നായിട്ട് ഈ വെള്ളത്തിൽ വെന്ത് റെഡി ആയിട്ടിരിക്കും. ഒരുപാട് കൊഴിഞ്ഞു പോവില്ല. പക്ഷെ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കണ്ടോയെന്നൊന്ന് നോക്കുക. അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒരുപാട് തീ കൂടി പോകരുത്, മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇത് വെള്ളം നന്നായി അബ്സോർബ് ചെയ്ത് അരി നന്നായിട്ട് വെന്ത് കുക്കായിട്ടിരിക്കും. ഇതുപോലെ അടച്ച് വെച്ച് വെള്ളം വറ്റണ വരെ അത് വേവിക്കുക. ഇപ്പം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വെച്ചിട്ട്. ഇന്നത്തേക്ക് ഞാൻ 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആഡ് ചെയ്യാണ്. ഒരു 3/4 കപ്പ്, 1 കപ്പിനും 3/4 കപ്പിനും ഇടയ്ക്കുള്ള ഫ്രോസൺ ഗ്രീൻ പീസ്. അതായത് 2.5 കപ്പ് അരിക്ക് ഒരു 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെയുള്ള ഫ്രോസൺ ഗ്രീൻ പീസാണ് ആഡ് ചെയ്യുന്നത്. ഈ ഗ്രീൻ പീസ് വെന്ത് കിട്ടാൻ ഒരു 3-4 മിനിറ്റ് മതി. അപ്പം ആ സമയം കൊണ്ട് ഈ ചോറ് ആയിക്കോളും. അപ്പം ഈ ചോറ് വേകണ കൂട്ടത്തിലേക്ക് തന്നെ ഗ്രീൻ പീസും കൂടെ ഇടുക. ഇനി അത് അടച്ചു വെക്കുക. ബാക്കി ഇനി ഇച്ചിരിയുള്ള വെള്ളത്തിൽ ആ ചോറും നന്നായിട്ട് വേഗം ഗ്രീൻ പീസും ആയിക്കോളും. എന്നിട്ട് വേറൊരു ചെറിയ ഫ്രൈങ് പാനിൽ കുറച്ചും കൂടി ബട്ടറോ എണ്ണയോ ഒഴിച്ചിട്ട്, ഞാനിവിടെ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത്. ലൈറ്റ് ബട്ടറേ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളൂ വീട്ടിൽ. അതിനകത്തേക്ക് നേരിയതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ടിട്ട് നല്ലോണം ബ്രൗൺ ക്രിസ്പി ബ്രൗൺ ആവുന്ന വരെ വഴറ്റുക. ഈ സവാള ഇങ്ങനെ ആക്കിയെടുക്കുന്നത് റൈസിൻ്റെ മേലിൽ ഇടാനാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഇച്ചിരി കാണാനൊരു ലുക്കിന് വേണ്ടി മാത്രം അത് ഇടുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസും ഗ്രീൻ പീസും നന്നായി വെന്തു. കണ്ടോ, അരിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നന്നായി വെന്തിട്ടുമുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട്
ഇത് നന്നായി ഇളക്കി തുറന്നു വെക്കുക. ബാക്കി എന്തെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ തന്നെ അതങ്ങ് വറ്റിപ്പൊക്കോളും, അരി ഒട്ടി പിടിക്കുകയില്ല. അപ്പം നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് തുറന്നു വെക്കുക. അപ്പോൾ റൈസ് ഇവിടെ റെഡിയാണ്. സവാള പക്ഷെ റെഡി ആയിട്ടില്ല. ഞാൻ കുറച്ചും കൂടെ മുന്നേ വെക്കേണ്ടതായിരുന്നു. അത് ശരിക്കും മൊരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൊരിയുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി സവാള ഇച്ചിരി സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഞാൻ ഈ ഫ്രൈങ് പാനിലേക്ക് തന്നെ കുറച്ച് റൈസിൻസ് ഇടുകയാണ്. ഒരു അരപ്പിടി റൈസിൻസ് ഇടുകയാണ്, ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റൈസിൻസ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പിടി കാഷ്യൂ നട്ട്സും കൂടെ അതേ ഫ്രൈങ് പാനിലേക്ക് ഇട്ട് ഇളക്കുകയാണ്. ഇത് ഓൾറെഡി റോസ്റ്റഡ് കാഷ്യൂ നട്ട്സ് ആണ്. ഞാൻ ഒന്നും കൂടെ ചൂടാക്കാൻ വേണ്ടി ഇതേ ഫ്രൈങ് പാനിലേക്ക് ഇട്ടുവെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ മേലിൽ ഇടാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ പീസ് പുലാവ് റെഡിയാണ്. വളരെ പെട്ടെന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൊണ്ട് ഉണ്ടാക്കാവുന്ന റൈസാണിത്. പ്ലീസ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമാകും. പിന്നെയും ഉണ്ടാക്കാൻ തോന്നും. അത്രയും സിമ്പിളും ടേസ്റ്റിയുമാണ് ഈ റൈസ്. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.